സമൂഹമാധ്യമത്തിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന പരാതിയുമായി നടൻ ബാലചന്ദ്ര മേനോൻ ലൈംഗിക ആരോപണം ഉന്നയിച്ച നടിക്കെതിരെയും നടിയുടെ അഭിഭാഷകനെതിരെയുമാണ് DGPക്ക് പരാതി നൽകിയത്. തന്നെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിൽ വീഡിയോ പ്രചരിപ്പിച്ചു, അത് തടയണമെന്ന പരാതിയിൽ ബാലചന്ദ്ര മേനോൻ ആവശ്യപ്പെടുകയാണ്. എസ് രാഗിൻ നൽകും വിവരങ്ങൾ. രാഗിൻ, ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ആണ് ഇത്തരത്തിലുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ പറയുകയും ആരോപണം ഒരു നടി ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഒരുപാട് ആളുകൾ കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ എന്താണ് ബാലചന്ദ്ര മേനോന്റെ പരാതി? ഏത് രീതിയിലാണ് നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നത്? നേരത്തെ മുകേഷ്, ജയസൂര്യ ഉൾപ്പെടെയുള്ള 7ഓളം താരങ്ങൾക്കെതിരെ പരാതിയുമായി നടി രംഗത്ത് വന്നിരുന്നു. അതിനുശേഷം അത് പോലീസ് കേസെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ബാലചന്ദ്ര മേനോനെതിരെ അടക്കം ചില ആരോപണങ്ങളുമായി എത്തിയത്. അത് സമൂഹ മാധ്യമങ്ങളടക്കം വരികയും ഒക്കെ ചെയ്തിരുന്നു. ഈ ഘട്ടത്തിലാണ് ബാലചന്ദ്ര മേനോൻ DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം, അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. അത്തരം കണ്ടന്റുകൾ സർക്കുലേറ്റ് ചെയ്യരുത്, അത് തടയണം എന്നതാണ് ഇതിൽ ഒരാവശ്യം. അതോടൊപ്പം തന്നെ ഈ ലൈംഗികാരോപണം ഉന്നയിച്ച നടിക്കും അഭിഭാഷകനുമെതിരെ ഈ പരാതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഈ നടിയുടെ അഭിഭാഷകൻ തന്നെ ഫോണിൽ വിളിച്ചിരുന്നു എന്നാണ് ബാലചന്ദ്ര മേനോൻ ഇതിൽ പറയുന്നത്. ഇത്തരത്തിൽ ഫോണിൽ വിളിച്ച് ഇത്തരത്തിൽ വീഡിയോ വരും എന്ന തരത്തിലുള്ള കാര്യങ്ങളും സൂചിപ്പിച്ചിരുന്നുവെന്നും ഇതിലുണ്ട്. ഏതായാലും DGPക്കാണ് പരാതി നൽകിയിട്ടുള്ളത് ബാലചന്ദ്ര മേനോൻ. അതിൽ തുടർ നടപടികൾ സ്വീകരിക്കണം. ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിലാണ് തനിക്കെതിരെയുള്ള ഈ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അത് അത്തരത്തിൽ സർക്കുലേറ്റ് ചെയ്യുന്ന കണ്ടന്റുകൾ തടയണം. അതോടൊപ്പം ഇക്കാര്യത്തിലൊക്കെ നടപടിയെടുക്കണം എന്നതാണ് ബാലചന്ദ്ര മേനോന്റെ ആവശ്യം. രാഗിൻ, 1-2 പാർട്ട് 1, പാർട്ട് 2 ഒക്കെ ആയിട്ട് ഇറക്കിയിരിക്കുന്ന ഇവരുടെ അഭിമുഖത്തിൽ ബാലചന്ദ്രനെ കൂടാതെ മറ്റ് പല നടന്മാരെ കുറിച്ചും അന്തരിച്ചു പോയൊരു നടനെ കുറിച്ചുമൊക്കെ ഗുരുതരമായ ആരോപണങ്ങളാണ് അതിൽ ഉന്നയിക്കുന്നത്. അപ്പോൾ ബാലചന്ദ്രനെ വളരെ ഒരുപക്ഷെ ഗുരുതരമായ, അങ്ങേയറ്റത്തെ ഗുരുതരമായ രീതിയിലാണ് അതിൽ ആരോപണം ഉന്നയിക്കുന്നത്. ഇക്കാര്യത്തിലൊക്കെ തന്നെ, അത് മാത്രമല്ല വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമായിട്ടാണ് ഈ നടി പറയുന്നത്. അപ്പോൾ അഭിഭാഷകൻ വിളിച്ചു എന്ന്, അതിന് മുമ്പേ വിളിച്ചു എന്ന് പറയുമ്പോൾ അതിൽ ദുസൂചനയില്ലേ? എങ്ങനെയൊക്കെയാണ് ബാലചന്ദ്ര മേനോൻ എന്ന നടനെ സംബന്ധിച്ചോളം അദ്ദേഹം ഇതിനെ പ്രതിരോധിക്കാൻ ഒരുങ്ങുന്നത്? ഈ ഓൺലൈൻ മാധ്യമത്തിനെതിരെ കൂടി നടപടിക്ക് നീങ്ങുന്നുണ്ടോ? ബാലചന്ദ്ര മേനോൻ വളരെ വിശദമായിട്ടുള്ളൊരു പരാതിയാണ് ഇപ്പോൾ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിന് നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്ന കാര്യങ്ങൾ ഇതാണ്: ഇത്തരത്തിൽ തന്നെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കണ്ടന്റുകൾ പ്രചരിക്കുന്നത്, ഈ കണ്ടന്റുകൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ നടപടി വേണം. മാത്രമല്ല, ഇത് സർക്കുലേറ്റ് ചെയ്യുന്നത് തടയണം എന്ന ഒരു ആവശ്യവും മുന്നോട്ട് വയ്ക്കുന്നു. കൂടാതെ ഈ ലൈംഗികാരോപണം ഉന്നയിച്ച നടിക്കെതിരെയും അതോടൊപ്പം തന്നെ നടിയുടെ അഭിഭാഷകനെതിരെയുമാണ് ഈ പരാതിയിൽ മറ്റൊരു പ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ പറയുന്നത്. അതിൽ ഇത്തരം കാര്യങ്ങൾ വരുന്നതിന് മുൻപ് അഭിഭാഷകൻ വിളിച്ചിരുന്നു എന്ന കാര്യമാണ് ബാലചന്ദ്ര മേനോൻ സൂചിപ്പിക്കുന്നത്. ഇത്തരം ആരോപണങ്ങൾ വരും എന്ന ഒരു തരത്തിലുള്ള കാര്യങ്ങളും തന്നോട് പറഞ്ഞു എന്ന് ഇതിൽ പറയുന്നുണ്ട്. എന്തായാലും ഈ സംഭവത്തെക്കുറിച്ച്, കൂടുതൽ ആരോപണത്തെക്കുറിച്ച് ബാലചന്ദ്ര മേനോൻ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. മറിച്ച് ഈ പരാതി DGPക്ക് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. നേരത്തെ പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ മറ്റ് ചില താരങ്ങൾക്കെതിരെ കൂടി ഇത്തരത്തിൽ ആരോപണമായി വന്നിട്ടുണ്ട്. അവർ നിയമ നടപടിയുമായി ഈ ഘട്ടത്തിൽ വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ ബാലചന്ദ്ര മേനോൻ ഇപ്പോൾ DGPക്ക് പരാതി നൽകി. താൻ ആ പരാതി നൽകി അതിൽ തുടർ നടപടികൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് ബാലചന്ദ്ര മേനോൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, എസ് രാഗിനാണ് വിവരങ്ങൾ നൽകിയത്. സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന പരാതിയുമായി നടൻ ബാലചന്ദ്ര മേനോൻ നടിക്കെതിരെ രംഗത്ത് എത്തുകയാണ്. ഈ നടിയുടെ അഭിഭാഷകൻ അതിനു മുൻപ് തന്നെ ബന്ധപ്പെട്ടു എന്ന ആരോപണം കൂടി ഉന്നയിക്കപ്പെടുകയാണ് ബാലചന്ദ്ര മേനോന്റെ ഭാഗത്ത് നിന്ന്.